പശ്ചിമ ബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള ബിൽ തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞിരിക്കുകയാണ്. ഗുജറാത്ത്, ആസാം, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ കൃത്യമായ നിയമ നടപടികൾ പാലിച്ചായിരിക്കും സംസ്ഥാനത്ത് ഈ ഏകീകൃത സിവിൽ ബില്ല് നടപ്പിലാക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് സിവിൽ കോഡ് എന്നതാണ്. അതായത് മതം നോക്കാതെ എല്ലാ പൗരന്മാർക്കും വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, ദത്തെടുക്കൽ തുടങ്ങിയ വ്യക്തി നിയമങ്ങളിൽ ഒരേ പൊതു നിയമം ബാധകമാക്കുന്നതാണ് ഏകീകൃത സിവിൽ കോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഏകീകൃത നിയമ സംവിധാനം നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പാക്കുമെന്നും വിവിധ മതങ്ങളുടെ വ്യക്തി നിയമങ്ങൾ മൂലമുള്ള വിവേചനങ്ങൾ ഇല്ലാതാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബംഗാളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഏകീകൃത സിവിൽ കോഡ്. അധികാരത്തിൽ വന്ന 6 മാസത്തിനകം ഇത് നടപ്പിലാക്കുമെന്ന പ്രകടന പത്രികയിൽ ഒരു മുഖ്യമായ ഒരു പ്രഖ്യാപനം BJP നടത്തിയിരുന്നു. എന്നാൽ നിശ്ചിത സമയപരിധിക്കും വളരെ മുമ്പാണ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബഡ്ജറ്റ് സമ്മേളനത്തിനിടയിലാണ് തിങ്കളാഴ്ച ബിൽ സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം നിയമസഭയിൽ ചേർന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിലാണ് ബിൽ തിങ്കളാഴ്ച അവതരിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രിസഭാ വൃത്തങ്ങൾ പറയുന്നുണ്ട്. കൊൽക്കത്തയിൽ ബങ്കിം ചന്ദ്ര ചതോപാധ്യായയുടെ ജന്മദിനാഘോഷങ്ങൾ ചടങ്ങിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പൂർണ്ണമായി തന്നെ നൽകിയത്. UCC നടപ്പിലാക്കുന്നതിൽ കൃത്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ ഉണ്ടെന്നും ബംഗാൾ അത് പൂർണ്ണമായി പാലിക്കുമെന്നും അദ്ദേഹം ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാ മതസ്ഥർക്കും ഒരേ നിയമം ബാധകമാക്കുന്നതാണ് ഏകീകൃത സിവിൽ കോഡ്. ബില്ലിലൂടെ ബഹുഭാര്യത്വം അതോടൊപ്പം തന്നെ മുത്തലാഖും നിരോധിക്കാനും ലീവ് ഇൻ പങ്കാളിത്തങ്ങൾ നിർബന്ധമായി രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശമുണ്ട്. നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പാക്കാനും ദേശീയ ഒരുമ ശക്തിപ്പെടുത്താനും UCC അനിവാര്യമാണെന്ന് BJPയുടെ വാദമുണ്ട്. എന്നാൽ വ്യക്തി നിയമങ്ങൾ സ്വതന്ത്രമായി, അതായത് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി TMCയും CPMും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. UCC ബില്ലിന് പുറമെ സംസ്ഥാനത്തെ ആക്രമ സംഭവങ്ങളും പൊതുമുതൽ നശിപ്പിക്കലും തടയുന്നതിനായി ദി വെസ്റ്റ് ബംഗാൾ പബ്ലിക് സേഫ്റ്റി ആൻഡ് കൺട്രോൾ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ബിൽ 2026 ഉൾപ്പെടെ മറ്റു 4 സുപ്രധാന ബില്ലുകളും തിങ്കളാഴ്ച സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം UCC എന്നത് അവരുടെ ദീർഘകാലത്തെ പ്രത്യയശാസ്ത്രപരവും നയപരവുമായ വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. നിയമമാകുന്നെങ്കിൽ പശ്ചിമ ബംഗാളിലെ ആദ്യത്തെ BJP സർക്കാർ കൊണ്ടുവരുന്ന ഏറ്റവും സുപ്രധാനമായ പരിഷ്കാരങ്ങളിൽ ഒന്നായിരിക്കും ഈ ബില്ല് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ നിർദ്ദേശം വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നും ഉറപ്പാണ്. ഇത് നിയമപരമായ ഏകീകരണത്തിലേക്കും ലിംഗനീതിയിലേക്കുമുള്ള ഒരു ചുവടുവെപ്പാണ് എന്നാണ് അനുകൂലിക്കുന്നവർ ഇതിനെ വിശേഷിപ്പിക്കുമ്പോൾ, മതപരമായ വ്യക്തി നിയമങ്ങളെയും സാംസ്കാരിക ആചാരങ്ങളെയും ഇത് ബാധിക്കുമെന്ന ആശങ്കകൾ വിമർശകർ ഉയർത്താനുള്ള സാധ്യതയുമുണ്ട്.